ഈ ആളുകൾ നടന്നു പോകുന്നത് ഒരു വ്യക്തിയുടെ വീട്ടിലോട്ട് പോകുന്ന ഒരു വഴിയാണ്. ഒരു പ്രായമായ ഒരു വല്യപ്പനും ഒരു കൊച്ചുമോളാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഒരു രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. അത് ഒരു കലാകാരനോ ഒരു പൊളിറ്റീഷ്യനോ അങ്ങനെ ഉള്ളൊരു വ്യക്തിയൊന്നുമല്ല. പക്ഷെ ആ രാജ്യത്തുള്ള എല്ലാവർക്കും ആ വീടറിയാം. അത് അദ്ദേഹം ചെയ്ത് വെച്ച മണ്ടത്തരം കൊണ്ടാണ് അങ്ങനെ അത് മൊത്തം ആ രാജ്യം മൊത്തം അറിയപ്പെടുന്നത്. എല്ലാ രാജ്യത്തും ദേശീയപാത വികസനം വളരെ വേഗത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരവും ജനങ്ങൾക്ക് അത്ര സ്വപ്നതുല്യമായ നഷ്ടപരിഹാരം കൊടുത്താലാണ് അത് പെട്ടെന്ന് തന്നെ പണി നടക്കുകയുള്ളൂ. അത് വളരെ വേഗത്തിൽ നടക്കുകയും ചെയ്യും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്നതിൻ്റെ ചുറ്റും 4 വരി പാതയാണ്. എന്നാൽ വൻതുക ഏകദേശം 20 കോടിയോളം രൂപ ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരമായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം തൻ്റെ വീട് സ്ഥലവും ഒന്നും ഹൈവേ നിർമ്മാണത്തിനായി വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. ഒരുപാട് തവണ ചർച്ചകൾ നടത്തിയിട്ടും അദ്ദേഹം ആ വീട് സ്ഥലവും കൊടുക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലേക്ക് അവസാനം അവിടുത്തെ സർക്കാർ പെട്ടെന്ന് പണി തീർക്കാവുന്ന രീതിയിൽ പുതിയ പ്ലാനുമായി ആ റോഡിൻ്റെ പണി തീർക്കുകയും ചെയ്തു. ഈ സംഭവം നടക്കുന്നത് ചൈനയിലാണ്. ചൈനയിലുള്ള ഒരു മധ്യവയസ്കനും ഒരു കൊച്ചുകുട്ടിയാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ചൈനയിലെ ജിൻസി സ്വദേശിയായ ഹുവാൻ പിങ്ങാണ് ഈ സമരത്തിലെ നായകൻ. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായ 11 വയസ്സുള്ള ലിഷോങ്ങുമാണ് കൂടെ താമസിക്കുന്നത്. നഷ്ടപരിഹാര തുക കുറവായതുകൊണ്ടാണ് അദ്ദേഹം ഇത് വിട്ടു നൽകാതിരുന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് സർക്കാർ അദ്ദേഹത്തിന് 8ൻ്റെ പണിയാണ് കൊടുത്തത്. വീടിരിക്കുന്നതിൻ്റെ 2 വശത്തുകൂടിയും ഹൈവേ ആണ് പോയേക്കണത്. പിന്നെ ഏകദേശം വീടിൻ്റെ മേൽക്കൂരയുടെ ഹൈറ്റും ഈ റോഡിൻ്റെ ലെവലും ഒരേ ലെവലിൽ തന്നെയാണ് വന്നേക്കണത്. മുത്തച്ഛനും കൊച്ചുമോനും കൂടി ഏകദേശം ഇപ്പോൾ നടു റോട്ടിൽ താമസിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം കരുതാൻ. ഹൈവേ നിർമ്മാണം വേഗത്തിൽ നടക്കണതുകൊണ്ട് അദ്ദേഹം ആകെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടിന് പുറത്ത് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആകെ പൊടി മടലങ്ങളും മറ്റ് ചുറ്റുപാടും ആകെ മെറ്റീരിയലും കമ്പികളും അതുകൊണ്ട് ആകെ നിറഞ്ഞേക്കാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ചൈനീസ് സർക്കാരിൻ്റെ ഓഫർ വളരെ മികച്ചതായിരുന്നു എന്നും തനിക്ക് ടൈം ട്രാവലർ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ താൻ ആ ഓഫർ സ്വീകരിക്കുമായിരുന്നു എന്നും അദ്ദേഹം ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറയുകയുണ്ടായി. ഹൈവേ നിർമ്മാണം പൂർത്തിയായി ഹൈവേ തുറക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ ഗതി എന്താകുമെന്ന ചിന്തയിലാണ് അദ്ദേഹം ഇപ്പോൾ. നിലവിലൊരു തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടി കടന്ന് വേണം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്താൻ. അദ്ദേഹത്തിനുണ്ടായ ദുരവസ്ഥ വിവരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ വീടും റോഡും പരിസരങ്ങളെല്ലാം വിശദമായി കാണിച്ചുകൊണ്ടെടുത്ത വീഡിയോ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചപ്പോഴാണ് ഇത് ഇപ്പോൾ പുറലോകം മുഴുവൻ അറിഞ്ഞത്. അദ്ദേഹത്തിനെതിരെ വളരെ രൂക്ഷമായ രീതിയിലുള്ള സൈബർ ആക്രമണം, ഇത് ചുറ്റുപാടും പണി തീർത്തുകൊണ്ടിരിക്കുന്ന ഹൈവേയുടെ പണി തീർത്തുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ ജനങ്ങൾ അനുമോദിക്കുകയാണ് ചെയ്തത്.